ഹായ് സ്റ്റുഡൻസ്, നമുക്കിനി ജൂട്ട് ടെക്സ്റ്റൈൽസിനെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഇത് പാർട്ട് 5 ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി. India is the largest producer of raw jute and jute goods and stands as a second place as an exporter after Bangladesh. ജൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്ട് സിമെൻറ്റിൻ്റെ ഒക്കെ ചാക്ക്, ഒരു നിങ്ങൾ കണ്ടിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കല്ല, ചണം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. വാട്ടർ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പഞ്ചസാരയൊക്കെ ഇപ്പോഴും അങ്ങനത്തെ ചാക്കിലാണ് വരുന്നത്, ചില വളങ്ങൾ അങ്ങനത്തെ ചാക്കിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ചാക്ക് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റോ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിനെ കുറച്ചുകൂടി ഫിനിഷ് ചെയ്തതാണ് നമ്മൾ ഷർട്ടിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ല വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി കോട്ടനേക്കാൾ കൂടുതലുള്ള ഒരു തരം മെറ്റീരിയലാണ് ജൂട്ട്. ജൂട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണ്. നമ്മൾ നേരത്തെ കോട്ടനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, കോട്ടൺ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ മീതെയുള്ള ഫൈബേഴ്സ് ആണെങ്കിൽ ജൂട്ട് ഒരു പ്ലാന്റിൻ്റെ, ജൂട്ട് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ, ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച പോലെയുള്ള ഒരു ചെടിയാണെന്ന് വിചാരിക്കുക, അതിൻ്റെ സ്റ്റെമ്മിനെയാണ് നമ്മൾ പഞ്ച് ചെയ്ത് അടിച്ചടിച്ചടിച്ച് നാര് പോലെയാക്കി എടുക്കുന്നത്. വാഴ നാരൊക്കെ പോലെ ആ സ്റ്റെമ്മിനെയാണ് നമ്മൾ നാരാക്കി മാറ്റുന്നത്. പക്ഷേ അതിൻ്റെ സൈസ് വാഴ പോലെ സൈസുള്ളതല്ല, ഈ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ പോലെ സൈസുള്ളത്. അത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം ബംഗ്ലാദേശാണ്. പക്ഷേ അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. അത് റോ ജൂട്ട് ഉണ്ടാക്കാനാണ് നമുക്ക് നേരിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചാക്ക് ഉണ്ടാക്കാൻ അത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതുകൊണ്ട് നല്ല ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കാൻ അതിന് അഗെയിൻ ഇൻഡസ്ട്രി വേണം. ദർ ആർ അബൌട്ട് 70 ജൂട്ട് മിൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആകെ 70 തന്നെ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദീസ് ആർ ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. അതെല്ലാം നിൽക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. കാരണം വെസ്റ്റ് ബംഗാളിലാണ് ജൂട്ടിൻ്റെ പ്രൊഡക്ഷനും കൂടുതലുള്ളത്. എന്ന് വെച്ചാൽ ആ പ്ലാന്റിൻ്റെ കൃഷിയുള്ളത് അവിടെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ മില്ല് വയ്ക്കുന്നു. മെയിൻലി അലോങ് ദ ബാങ്ക്സ് ഓഫ് ഹുഗ്ലി റിവർ. ഹുഗ്ലി നദിയുടെ തീരത്താണ്. ഇൻ എ നാരോ ബെൽറ്റ് ഓഫ് 90 കിലോമീറ്റേഴ്സ് ലോങ് ആൻഡ് 3 കിലോമീറ്റേഴ്സ് വൈഡ്. ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ കൃഷി പ്രധാനമായിട്ടും നടക്കുന്നത്. ദ ഫസ്റ്റ് ജൂട്ട് മിൽ വാസ് സെറ്റപ്പ് നിയർ കൊൽക്കത്ത. വെസ്റ്റ് ബംഗാളിലെ കൽക്കത്തയിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. 1859 അറ്റ് ഈ സ്ഥലത്ത് എന്താ പറയുക, റിഷ്ട്ര. ആഫ്റ്റർ പാർട്ടീഷൻ ഇൻ 1947 ദ ജൂട്ട് മിൽസ് റിമൈൻഡ് ഇൻ ഇന്ത്യ, ബട്ട് 3/4 ഓഫ് ദ ജൂട്ട് പ്രൊഡ്യൂസിങ് ഏരിയ വാൻഡ് ടു ബംഗ്ലാദേശ്. ഇതാണ് സംഭവിച്ചത്. എന്നുവെച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുന്നേ ബംഗ്ലാദേശും ഇന്ത്യയും ഒന്നായിരുന്നു. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന പേരിൽ ആ ബംഗ്ലാദേശിൽ ഇപ്പോൾ നിൽക്കുന്ന ഏരിയയെ ഡിവൈഡ് ചെയ്തിട്ട് വേറെ രാജ്യമാക്കി മാറ്റി. ഇപ്പോൾ അതിൻ്റെ പേര് ബംഗ്ലാദേശ് എന്നാണ്. പക്ഷെ അന്ന് തന്നെ വിളിച്ചിരുന്നത് കിഴക്കൻ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്നായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ 98 കിലോമീറ്റർ ലോങ് ഉള്ള ഈ സ്ഥലത്ത് കുറച്ച് ഏരിയ അവരുടെ ഏരിയയിൽ വന്നു, ബംഗ്ലാദേശിൻ്റെ ഏരിയയിൽ വന്നു. പക്ഷേ ഈ കൊൽക്കത്തയിലുണ്ടായിരുന്ന ഫാക്ടറി, ജൂട്ട് മില്ല് നമുക്ക് തന്നെയാണ്, ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ലൊക്കേഷൻ ഇൻ ഹുഗ്ലി ബേസിൻ ആർ. എന്തുകൊണ്ടാണ് ഇത് ഹുഗ്ലി ബേസിനിൽ ഇത്രയധികം ഇത് വരാൻ കാരണം എന്ന് നോക്കാം നമുക്ക്. ഒന്ന്, ജൂട്ട് കിട്ടുന്ന ഏരിയ അടുത്താണ്. ഓക്കെ. ദെൻ ഇൻഎക്സ്പെൻസീവ് വാട്ടർ ട്രാൻസ്പോർട്ട്. നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത് വെള്ളത്തിലൂടെ, ഏതെങ്കിലും ബോട്ടിലൂടെ വഞ്ചിയിലൂടെ കൊണ്ടുപോകാന്നുള്ളതാണ്. സപ്പോർട്ടഡ് ബൈ ഗുഡ് നെറ്റ്വർക്ക് ഓഫ് റെയിൽവേസ്. കൽക്കത്തയിലായതുകൊണ്ട് നല്ല റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ട്, റോഡ് വേസ് ഉണ്ട്, വാട്ടർ വേസ് ടു ഫെസിലിറ്റി മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ ടു മില്ലിലേക്ക് കൊണ്ടുപോയി. അബണ്ടൻറ്റ് വാട്ടർ ഫോർ പ്രോസസ്സിങ് റോ ജൂട്ട്. ഇഷ്ടംപോലെ ഈ റോ ജൂട്ടിനെ പ്രോസസ് ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം വേണം. അതിന് നദീരത്തിരുത്തുണ്ട്. ചീപ്പ് ലേബർ ഫ്രം വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ ഇപ്പം നമുക്കറിയില്ല, കേരളത്തിൽ പണിക്ക് വരുന്നതൊക്കെ ബംഗാളികളാണ്. അവിടെ ലേബർ കോസ്റ്റ് കുറവാണ്. അതേപോലെ അഡ്ജോയിനിങ് സ്റ്റേറ്റ്സ് ഓഫ് ബീഹാറിലും ഒറീസയിലും ഉത്തർപ്രദേശിലും ഒക്കെ ഇതേപോലെ പണിക്കാരെ കിട്ടാൻ എളുപ്പമാണ്, ലേബർ കിട്ടാൻ എളുപ്പമാണ്. കൽക്കത്ത ഈസ് ദ ലാർജ് അർബൻ സെൻറ്റർ. കൽക്കത്ത വലിയ ഒരു അർബൻ സെൻറ്ററാണ്. അവിടെ ബാങ്കിങ് സർവീസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്, ദെൻ എയർപോർട്ടും ഉണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെയൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ, ജൂട്ടിനെ എക്സ്പോർട്ട് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. ജൂട്ട് ഇൻഡസ്ട്രി സപ്പോർട്ട്സ് 2.61 lakhs വർക്കേഴ്സ്. 2.61 ലക്ഷം തൊഴിലാളികളാണ് ജൂട്ട് ഇൻഡസ്ട്രിയിലുള്ളത്. അവർ ഡയറക്റ്റായിട്ടോ മറ്റവിടെ വർക്ക് ചെയ്യുന്നു. അനദർ 40 lakhs സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ഹു ആർ എൻഗേജ്ഡ് ഇൻ കൾട്ടിവേഷൻ ഓഫ് ജൂട്ട്സ്. പിന്നെ ഒരു 40 ലക്ഷം പേര്
ഈ മേഖലയിൽ ജൂട്ട് മെസ്റ്റ എന്ന് പറയുന്നത് വേറൊരു പ്ലാന്റാണ്. ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മെനി മോർ പീപ്പിൾ ആർ അസോസിയേറ്റഡ് ഇൻഡയറക്ട്ലി. ഇതിൽ കൂടുതൽ ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ജൂട്ട് പ്ലാന്റ്. ജൂട്ട് പ്ലാന്റിൻ്റെ ഇവിടെ നിന്ന് ഈ താഴെ തൊട്ട് മുകളിൽ വരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഈ തണ്ട് നമുക്ക് നാരുകളാക്കി മാറ്റാൻ പറ്റുന്നത്. വേറെ ഒരെണ്ണം കൂടി ഞാൻ നോക്കിയിരുന്നു. ഓക്കെ, ഇത് മെസ്ത എന്ന് പറയുന്ന പ്ലാന്റാണ്. ഏതാണ്ട് ജൂട്ട് പോലെ തന്നെയുള്ള ഒരു പ്ലാന്റ് മെസ്ത. ആന്ധ്രാപ്രദേശിലൊക്കെ ഇത് കൃഷിയുണ്ട്. അപ്പോൾ ഈ ജൂട്ടും മെസ്തയുമാണ് ഇവിടെ കൃഷിയെക്കുറിച്ച് പരാമർശിച്ച രണ്ട് ചെടികൾ, ജൂട്ട് ആൻഡ് മെസ്ത എന്ന് പറയും. മെനി മോർ പീപ്പിൾ ആർ അസോസിയേറ്റഡ് ഇൻഡയറക്ട്ലി. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നോക്കുക, ഇതാണ് ജൂട്ട് എന്ന് പറഞ്ഞത്, ചാക്ക് എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ ചാക്കുകൾ ഉണ്ടാക്കാനുള്ള ഫൈബേഴ്സാണ്. ഇതുകൊണ്ട് പക്ഷേ നല്ല ഷർട്ടും മെറ്റീരിയൽസും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഈ ജൂട്ട് ഉപയോഗിച്ചിട്ട് തന്നെ. ജൂട്ടിൻ്റെ നല്ല തുണിത്തരങ്ങളും ഇതുണ്ട്. ഇത് ജൂട്ട് അപ്പോൾ ജൂട്ട് കൊണ്ട് ഇങ്ങനത്തെ ഷർട്ടുകളും ഇങ്ങനത്തെ തുണിത്തരങ്ങളും ഒക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സുഖമാണത് വെയർ ചെയ്യാൻ. അതാണ് എൻ്റെ ഒരു മെച്ചം. ഭംഗി കുറവാണ്. അപ്പോൾ നമ്മൾ ഈ പോളിസ്റ്റർ തുണിയെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ നാരുകൾക്ക് ഭംഗി കുറവാണെങ്കിലും നല്ല വാട്ടർ അബ്സോർബിങ് ആയതുകൊണ്ട് നല്ല കംഫർട്ടായിരിക്കും വെയർ ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു മെച്ചം. Challenges faced by the industry include stiff competition in the international market from synthetic substitute. ഇതിന് ജൂട്ടിന് കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആൻഡ് ഫ്രം അതർ കോമ്പറ്റീറ്റേഴ്സ് ലൈക്ക് ബംഗ്ലാദേശ്, ബ്രസീൽ, ഫിലിപ്പൈൻസ്, ഈജിപ്ത് ആൻഡ് തായ്ലൻഡ്. ഇതൊക്കെ ജൂട്ട് ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ. അതിൽ ബംഗ്ലാദേശാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു, ബാക്കി ഇവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരോടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൂടാതെ നാച്ചുറൽ അല്ലാത്ത സിന്തറ്റിക് കമ്പോണൻറ്റും അതിൽ വരുന്നുണ്ട്. However, international demand has been on the increase due to the government policy of mandatory use of jute packaging. പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് യൂസ് ചെയ്തതിന് പകരം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂട്ട് യൂസ് ചെയ്യുമെന്ന് പറയുന്നതുകൊണ്ട് നല്ല ഡിമാൻഡ് ഉണ്ട്, ഇൻറ്റേർണൽ ഡിമാൻഡ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഇതിന് ഡിമാൻഡ് ഉണ്ട്. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ടു സ്റ്റിമുലേറ്റ് ഡിമാൻഡ് ഇൻ പ്രൊഡക്ട്സ് നീഡ്സ് ടു ബി ഡൈവേഴ്സിഫൈഡ്. അപ്പോൾ ഈ ഡിമാൻഡ് കുറച്ചുകൂടി കൂട്ടണമെങ്കിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ചാക്ക് മാത്രമാവരുത്, മറ്റൊരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. 2005 നാഷണൽ ജൂട്ട് പോളിസി ഫോർമുലേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇംപ്രൂവിങ് ക്വാളിറ്റി, എൻഷുറിങ് ഗുഡ് പ്രൈസസ് ടു ദ ജൂട്ട് ഫാമേഴ്സ് ആൻഡ് എൻഹാൻസിങ് ഈൽഡ് പെർ ഹെക്ടർ. ഒരു ഹെക്ടറിൽ ഉണ്ടാക്കുന്ന ഈൽഡ് കൂടുക, ഫാമേഴ്സിന് നല്ല പ്രൈസ്, ജോബ് കൊടുക്കുക, നല്ല വരുമാനം ഉണ്ടാക്കാം, തുണിയുടെ ഉണ്ടാക്കുന്ന ജൂട്ടിൻ്റെ ക്വാളിറ്റി കൂട്ടുക, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇത്രയും ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് 2005 നാഷണൽ ജൂട്ട് പോളിസി ഉണ്ടാക്കിയിട്ടുള്ളത്. ദ മെയിൻ മാർക്കറ്റ്സ് ആർ USA, കാനഡ, റഷ്യ, യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക്, UK ആൻഡ് ഓസ്ട്രേലിയ. ഇതാണ് പ്രധാന മാർക്കറ്റ്. ദ ഗ്രോയിങ് ഗ്ലോബൽ കൺസേൺ ഫോർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽ ഹാസ് വൺസ് എഗെയിൻ ഓപ്പൺഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ജൂട്ട് പ്രൊഡക്റ്റ്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, കുറച്ചുകൂടി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണത്, ബയോഡിഗ്രേഡബിൾ മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിനെ എല്ലാവരും തള്ളി പറയുമ്പോൾ ജൂട്ടിന് അവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ബാഗുകൾ, ഫയലുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ സെമിനാറുകൾക്കൊക്കെ വരുമ്പോൾ പ്ലാസ്റ്റിക് ഫയലുകൾക്ക് പകരം ഇത്തരം ഫയലുകൾ, ഇത് കണ്ട വേസ്റ്റ് ബിൻ, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ, ഡെക്കറേറ്റീവ് മാറ്റ്, കുഷ്യൻസ്, കവർ, അതായത് പേഴ്സ് പോലും, ഇങ്ങനത്തെ പേഴ്സുകൾ പോലും ഇങ്ങനെ ഡൈവേഴ്സ് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ജൂട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടായി വരുന്നു എന്നുള്ളത്. ചെരുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ വന്നത് ഈ 2005 ഈ പോളിസിക്ക് ശേഷമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. ഇത്രയാണ് ജൂട്ട് ടെക്സ്റ്റൈൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ഷുഗർ ഇൻഡസ്ട്രി. ഇന്ത്യ സ്റ്റാൻഡ്സ് സെക്കൻഡ് ആസ് ദ വേൾഡ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ. നമ്മൾ ജൂട്ടിൻ്റെ കാര്യത്തിൽ സെക്കൻഡാന്ന് പറഞ്ഞ പോലെ തന്നെ ഷുഗറിൻ്റെ കാര്യത്തിലും ഇന്ത്യ സെക്കൻഡാണ്. ഫസ്റ്റ് ആരായിരിക്കും? ബ്രസീലായിരിക്കാനാണ് സാധ്യത. ബട്ട് ഓക്യുപ്പൈസ് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗർ ആൻഡ് കണ്ടിസാരി. ഗറും കണ്ടിസാരി എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇത് രണ്ടും ഹിന്ദി വാക്കുകളായിരിക്കണം. ഗർ ആൻഡ് ഖണ്ടിസാരി എന്ന് പറയുന്നത് ഒന്ന് പഞ്ചസാരയും ഒന്ന് ശർക്കരയും തന്നെയാണെന്ന് തോന്നുന്നു.
The raw material used in this industry is bulky, and in haulage its sucrose content reduces. Where should the mills be ideally located? എവിടെയാണത് കാണേണ്ടത്? പറഞ്ഞു വന്നത് നമ്മൾ രണ്ട് പ്രൊഡക്റ്റുകളാണ്. ഒന്ന് ശർക്കരയും പഞ്ചസാരയും. ഇത് ശർക്കര ഗർ എന്ന് പറയുന്നത്, നമ്മൾ മറ്റൊന്ന് പറഞ്ഞത് പഞ്ചസാര. ഈ പഞ്ചസാരയും ശർക്കരയും ട്രാൻസ്പോർട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യ വളരെ മുന്നിലാണ്. പക്ഷെ അതിൻ്റെ റോ മെറ്റീരിയൽസ്, ഈ ഫാക്ടറി കൊണ്ടുവന്ന റോ മെറ്റീരിയൽസ് പറഞ്ഞാൽ എന്താണ്? ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ എന്ന് വെച്ചാൽ വളരെ ബൾക്കിയാണ്. ഒരു ഷുഗർ കെയിനിൽ നിന്ന് വളരെ കുറച്ച് പഞ്ചസാര കിട്ടും. അപ്പോൾ ഷുഗർ കെയിൻ്റെ ആ തണ്ട്, അത്രയും വലിയ തണ്ടും അത് കൊണ്ടുവരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടാണ്. അതാണ്. പിന്നെ അത് മാത്രമല്ല, അത് കൊണ്ടുവരുന്ന സമയത്ത് സമയം കൂടിക്കഴിഞ്ഞാൽ അതിലെ നീര് വറ്റും. നീര് വറ്റുക മാത്രമല്ല, അതിലത്തെ പഞ്ചസാരയുടെ അളവ് കുറയും. അപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് ഉടനെ, ഈ ഷുഗർ കെയിൻ കട്ട് ചെയ്തെടുത്ത ഉടനെ തന്നെ അത് മില്ലിലേക്ക് എത്തണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് മില്ല് എവിടെ ലൊക്കേറ്റ് ചെയ്യാവും? എവിടെ ഇരിക്കും? മിക്കവാറും അത് ഈ ഷുഗർ കെയിൻ പാടങ്ങളുടെ, കൃഷി ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ അടുത്തായിരിക്കും. ദർ ആർ ഓവർ 460 ഷുഗർ മിൽസ് ഇൻ ദ കൺട്രി, സ്പ്രെഡ് ഓവർ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്ത്, അലോങ് വിത്ത് പഞ്ചാബ്, ഹരിയാന ആൻഡ് മധ്യപ്രദേശ്. ഇത്രയും സ്ഥലങ്ങൾ അലോങ് വിത്ത് പഞ്ചാബ്, ഹരിയാന ആൻഡ് മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കുറവാണ്. പക്ഷെ അതിനൊക്കെ കൂടുതലുള്ളത് ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്തിലാണ്. 60% ഓഫ് മിൽസ് ആർ ഇൻ ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ. നമ്മൾ 460 പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് 60% ഉള്ളത് ഉത്തർപ്രദേശും ബീഹാറിലാണ്. ദിസ് ഇൻഡസ്ട്രി ഈസ് സീസണൽ ഇൻ നാച്ചർ. സീസണലാണ്. ഇറ്റ് ഈസ് ഐഡിയലി സ്യൂട്ടഡ് ടു ദി കോപ്പറേറ്റീവ് സെക്ടർ. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? സീസണൽ കോപ്പറേറ്റീവ് സെക്ടറിലാണ് ഇത് നല്ലതെന്ന് പറയാൻ കാരണം എന്താണ്? ഇൻഡസ്ട്രി സീസണലാണ്, നാച്ചർ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഐഡിയലി സ്യൂട്ടഡ് ടു കോപ്പറേറ്റീവ് സെക്ടർ. വൈ? എനിക്ക് തോന്നുന്നത് ഈ കോപ്പറേറ്റീവ് സെക്ടറിലാവുമ്പോൾ ഒരു സീസണിൽ ഈ വർക്ക് ചെയ്താൽ വേറെ സീസണിൽ വേറെ വർക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ടായിരിക്കണം. In recent years, there is a tendency for the mills to shift and concentrate in the southern and western states. ഇപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നത് നോർത്തേൺ സ്റ്റേറ്റിൽ നിന്ന് അത് മാറ്റിയിട്ട് മഹാരാഷ്ട്രയിലേക്കും എന്നുവെച്ചാൽ സദേൺ സ്റ്റേറ്റിലേക്ക് ഇത് വരുന്നു. ബിക്കോസ് കെയിൻ പ്രൊഡക്ഷൻ ഹിയർ ഹാസ് എ ഹയർ സുക്രോസ് കണ്ടൻറ്റ്. മഹാരാഷ്ട്രയിലുള്ളതിന് അതേപോലെ തമിഴ്നാട്ടിലുള്ളതിനും കുറച്ചുകൂടി സുക്രോസ് കണ്ടൻറ്റ് കൂടുതലുണ്ട്. കാരണം അതിന് കൂളർ ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ അന്ന് എന്താ പറയുക, ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുണ്ട്. അപ്പോൾ കൂടുതൽ ഷുഗറും സ്റ്റോർ ചെയ്യുന്നു. ദ കൂളർ ക്ലൈമറ്റ് ഓൾസോ എൻഷുവേഴ്സ് എ ലോങ്ങർ ക്രഷിംഗ് സീസൺ. ഇതിന് വേറൊരു മെച്ചമുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ വഴി, അത് ഹൗളേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ, ഇതാണ് ഹൗളേജ് എന്ന് പറയുന്നത്. ഹൗളേജ് ട്രാൻസ്പോർട്ടേഷൻ വഴി ഉണ്ടാവുന്ന ലോസ് കുറയ്ക്കാൻ നല്ല ഒരു സ്ഥലം കൂളർ ക്ലൈമറ്റിൽ കൾട്ടിവേറ്റ് ചെയ്യാന്നുള്ളത്. അതേപോലെ കൂളർ ക്ലൈമറ്റിൽ ക്രഷിംഗ് സീസൺ കുറച്ചുകൂടി കൂടുതൽ സമയം നമുക്ക് ഈ കരിമ്പ് ചതയ്ക്കാനായിട്ട് എടുക്കാൻ കഴിയുന്നു. മറ്റവർക്കാണെങ്കിൽ വേഗം ഉണങ്ങിപ്പോകും. മോർ ഓവർ ദി കോപ്പറേറ്റീവ്സ് ആർ മോർ സക്സസ്ഫുൾ ഇൻ ദി സ്റ്റേറ്റ്സ്. അതൊരു ഘടകമാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത് സദേൺ സ്റ്റേറ്റ്സിലേക്കാണ്. അതുകൊണ്ടും സദേൺ സ്റ്റേറ്റ് പോലെ തന്നെയുള്ള വെസ്റ്റേൺ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു മേഘാലയ, സിക്കിം ഒക്കെ, മണിപ്പൂരൊക്കെ വരുന്ന ആ ഏരിയ, അവിടേക്കും ഈ കൃഷി ഈ മിൽസ് ഇൻഡസ്ട്രി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് ഇത്രയും ഇൻഡസ്ട്രീസ് വരുന്നു നോർത്തേൺ സ്റ്റേറ്റിൽ നിന്ന്. മേജർ ചലഞ്ചസ് ഇൻക്ലൂഡ് ദ സീസണൽ നാച്ചർ ഓഫ് ദ ഇൻഡസ്ട്രി. നേരത്തെ പറഞ്ഞല്ലോ, സീസണലാണ്, ചില സമയത്താണ് കൃഷി നടക്കുള്ളൂ. ഓൾഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇതുമുണ്ട്. നമ്മുടെ കൃഷിയുടെ രീതിയും അതിൻ്റെ പ്രശ്നമാണ്. ദെൻ ട്രാൻസ്പോർട്ട് ഡിലേ, റീച്ചിങ് കെയിൻ ടു ഫാക്ടറീസ്, ഷുഗർ കെയിനെ ഫാക്ടറിയിലേക്ക് എത്തിക്കാനുള്ള ഡിലേ, ആൻഡ് നീഡ് ടു മാക്സിമൈസ് ബാഗേജ്. അപ്പോൾ യൂസ് ഓഫ് ബാഗേജും ഇതിനൊരു പ്രശ്നമാണ്. എങ്ങനെയാണ് ഈ നീഡ് ടു മാക്സിമൈസ് ദ യൂസ് ഓഫ് ബാഗേജ് ചെയ്യുക? ബാഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പിൻ്റെ ചണ്ടി,
കരിമ്പ് നീരെടുത്ത് കഴിഞ്ഞാൽ വരുന്ന ഈ ചണ്ടിയുടെ ഒരു ഉപയോഗം എങ്ങനെയാണ് ചെയ്യണം? ഒന്നെങ്കിൽ ഇത് വളമാക്കി മാറ്റാൻ പറ്റണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റുകളാക്കിയിട്ട് മാറ്റാൻ പറ്റിയാലും മാത്രമാണ്, അല്ലെങ്കിൽ ഇത് വളരെ വലിയൊരു വേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ യൂസ് മാക്സിമൈസ് ചെയ്യാനുള്ള എഫേർട്ടുകൾ കൂടി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഇത്രയാണ് നമുക്ക് ഷുഗർ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസാണ് അടുത്തത് പറയാനുള്ളത്. ഇത്രയും ഒരു ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാം.